നമ്മളിപ്പോൾ ക്രോൺസ് ഡിസീസ് അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഓം ശ്രീ സിദ്ധ ഹോസ്പിറ്റൽ വളരെ വർഷങ്ങളായ ക്രോൺസിന് വളരെ നല്ല ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ എല്ലാവരും കൈ കഴിഞ്ഞ രോഗിയാണെങ്കിലും സർജറി കഴിഞ്ഞ ഒരു രോഗിയാണെങ്കിലും ധൈര്യമായിട്ട് വരാം. നമ്മളതിനെ പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുക്കും. ഇത് ലളിതമായ ആയുർവേദ ചികിത്സയാണ്. സർജറിയോ ഒന്നുമില്ല. നിങ്ങൾ പല സർജറി ചെയ്തിട്ടും പരാജയപ്പെട്ടെങ്കിലും നിങ്ങൾ ധൈര്യമായി വരൂ. നമ്മൾ അവയെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് പരിഹരിക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു 4 ആഴ്ചയാണ് ഇത് അഡ്മിറ്റ് ചെയ്യുന്നത്. ആ 4 ആഴ്ചയിൽ 2 ആഴ്ച അല്പം പഥ്യങ്ങളോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. ആ 2 ആഴ്ച കഴിയുമ്പോൾ അവർക്ക് നമ്മൾ സാധാരണ ഫുഡ് വെജിറ്റേറിയൻ എല്ലാം കൊടുക്കുന്നുണ്ട്. മുട്ട കഴിക്കുമെങ്കിൽ ഒരു മുട്ടയും നമ്മൾ അവർക്ക് കൊടുക്കും ഒരു ദിവസം. സ്പൈസ് സാധാരണ എല്ലാവരും കഴിക്കുന്ന പോലുള്ള സ്പൈസ് ചേർത്ത ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. ആർക്കും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. മോഷനൊക്കെ വളരെ വേഗം നോർമലിലേക്ക് വരും. 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നു, ചിലർക്ക് ഡയറിയ വരുന്നു. 2 പേർക്കും അതിൻ്റെതായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. 2ലും ആ മോഷൻ്റെ കണ്ടീഷൻ നോർമലിലേക്ക് എത്തും. മൂക്കസോ ബ്ലീഡിങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു 75% കേസിലെങ്കിലും ഇവിടുന്ന് തന്നെ മാറിയാണ് പോകുന്നത്. മോഷൻ നോർമലായി പോകുന്നത്. വളരെ ചുരുക്കം ചിലർക്ക് വല്ലപ്പോഴും ഒരല്പം കണ്ടെന്ന് വരാം. എപ്പോഴും അല്ല, വല്ലപ്പോഴും പിന്നെ പലർക്കും വയറിൽ വേദനയുണ്ട്, അസിഡിറ്റി, ഗ്യാസ് വളരെ ശല്യം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ക്രമേണ കുറച്ച് കൊണ്ടുവന്ന് ആ ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മളതിനെ ഒരു 75% നിയന്ത്രണ വിധേയമാക്കിയാണ് അവരെ വിടുന്നത്. മാത്രമല്ല, നിയന്ത്രണ വിധേയമാക്കുന്നതിനൊപ്പം അവർക്ക് എല്ലാ ആഹാരങ്ങളും കഴിക്കാവുന്ന രീതിയിലേക്ക് അവരെ എത്തിക്കുന്നു. പലപ്പോഴും പല 1-2 ഐറ്റം മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പം പലപ്പോഴും മിൽക്ക് പ്രോഡക്ട്സ് അവർക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ. നമ്മൾ ആദ്യ ദിവസം തന്നെ മിൽക്ക് പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല. മറ്റുള്ള മരുന്നുകളൊക്കെ നിർത്തിയിട്ട് നമ്മുടെ മരുന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അവിടെയും പറയുന്നുണ്ട്, ആദ്യത്തെ 3 ദിവസം നിങ്ങൾക്ക് ട്രയലാണ്. നിങ്ങൾ 1 പൈസ പോലും അഡ്വാൻസ് തരണ്ട, റൂം റെന്റോ ഫുഡോ ഒന്നും തരണ്ട. നിങ്ങൾ 3 ദിവസം ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ബാക്കിയുള്ള മരുന്നുകളൊക്കെ നിർത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ വളരെ ദാരുണമാകാറുള്ളതായിരുന്നു. ഇതൊക്കെ നിർത്തിയിട്ട് നമ്മുടെ മരുന്ന് കൊണ്ടും പഞ്ചകർമ്മ കൊണ്ടും ചെയ്യുമ്പോൾ അത് ഓരോ ദിവസം കുറഞ്ഞു വരികയാണ്. അത് മറ്റൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വയം ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാരും പറഞ്ഞു കേൾപ്പിക്കുന്ന ഒന്നുമല്ല. ഏത് രോഗിയും നിങ്ങൾ സുഖമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓം ശ്രീ സിദ്ധ ഹോസ്പിറ്റലിലേക്ക് വരിക. ഞങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാം. നിങ്ങൾക്ക് 100% റിസൾട്ട് തരാം. ഇത്രമാത്രം ഞങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം. ഇവിടെ നിന്നായാലും വീട്ടിൽ ചെന്നിട്ടായാലും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കരുത്, ജങ്ക് ഫുഡ്സ് കഴിക്കരുത്. അതായത് ഇതിലും പഥ്യമുള്ളൂ. വേറെ കഠിനമായ പഥ്യങ്ങളൊന്നുമില്ല. നോൺ വെജ് നിങ്ങൾക്ക് കഴിക്കാം ഒരു 3 മാസത്തിന് ശേഷം. പക്ഷേ വീട്ടിലുണ്ടാക്കിയേ കഴിക്കാവുള്ളൂ. പുറത്തുനിന്നുള്ള ആഹാരം മാറ്റി നിർത്തണം എന്ന് പറയുന്നതിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പലപ്പോഴും ഫുഡ് പോയ്സണിങ് സംഭവിക്കുന്നുണ്ട് പലയിടത്തും. എല്ലായിടത്തും കഴിച്ചാലും എല്ലാ ആഹാരത്തിലും സംഭവിക്കുന്നു എന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ എന്നുവരെ അത് പൂർണ്ണമായിട്ടും അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ശക്തമാകുന്നോ അതുവരെ നമ്മൾ അങ്ങനെയുള്ള ആഹാരങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളിതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഈ പറയുന്ന മരുന്ന് ചെയ്താൽ ഒരു 3 മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് രോഗമുക്തരാകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തിന് ശക്തി ഉണ്ടാകും. ഹീമോഗ്ലോബിൻ കുറവുള്ളവരുടെ ഹീമോഗ്ലോബിൻ കൂടും. അയൺ ഡൈജസ്റ്റ് ചെയ്യാത്തവരുടെ അയൺ ഡൈജസ്റ്റിലേക്ക് വരും. നമ്മുടെ ദഹനേന്ദ്രിയത്തെയും നമ്മൾ അതേപോലെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഇപ്പം അസിഡിറ്റി ആയാലും ഗ്യാസ് ആയാലും എല്ലാം ക്രമേണ കുറഞ്ഞ് നിയന്ത്രണമായി ഇല്ലാതാവും. പക്ഷേ നോർമൽ ലെവൽ ഗ്യാസും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അതില്ലാവുമെന്ന് ഞാൻ പറയില്ല. അത് നമ്മുടെ ശരീരം എങ്ങനെയാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഗതി അതെല്ലാവർക്കും ഉണ്ട്. അതിനപ്പുറത്ത് ഒന്നും ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. കൃത്യമായിട്ട് എല്ലാ കാര്യം ചെയ്യണം, അത്രമാത്രം. ഒരു ബുദ്ധിമുട്ടുമില്ല ചെയ്യുന്നതാണ്. നമ്മുടെ മരുന്നുകൾ താരതമ്യേന കഴിക്കാൻ എളുപ്പമാണ്. എന്നിരിക്കേണ്ട എല്ലാം നല്ല ടേസ്റ്റി ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. പക്ഷെ താരതമ്യേന ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ രോഗം പൂർണ്ണമായിട്ടും മാറ്റിയിടണം. എല്ലാവരെ പോലെ എനിക്ക് ജീവിക്കണം, എനിക്കും ജോലി ചെയ്ത് ജീവിക്കണം. ഞാൻ എന്നും മറ്റുള്ളവരെ ആശ്രയിച്ച് ആ ഒരു ഡിപ്പെൻഡൻസിൽ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഇൻഡിപെൻഡൻ്റായി ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, രോഗമുക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓം ശ്രീ സിദ്ധ ഹോസ്പിറ്റലിലേക്ക് വരിക. ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. നിങ്ങൾ റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പൈസയെ പറ്റി ചിന്തിച്ചാൽ മതി. അതും ഒരു വളരെ ന്യായമായ രീതിയിലുള്ള ഒരു ചാർജ് നമ്മൾ ചെയ്യുന്നുള്ളൂ. നിങ്ങളൊക്കെ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് നോക്കുമ്പോൾ 1 മാസം 2 മാസം നിങ്ങൾ ചെയ്യുന്ന കോസ്റ്റ് ആകുന്നുള്ളതിന് അത് ചെയ്യുന്നാൽ നിങ്ങൾക്ക് അന്നേരത്തേക്കുള്ള ഒരു ടെമ്പററി റിലീഫ് വരികയും വീണ്ടും നിങ്ങളത് തന്നെ ചെയ്യണം. പക്ഷെ അസുഖം മാറുന്നുണ്ടോ? ഇല്ല. ഇവിടെ നിങ്ങൾക്ക് പൂർണ്ണമായ സൗഖ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സുഖമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓം ശ്രീ സിദ്ധ ഹോസ്പിറ്റലിലേക്ക് വരിക. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം.